നമ്മുടെ റാപ്പിഡ് റിവിഷൻ്റെ ചാപ്റ്റർ നമ്പർ 1 നമ്മൾ തുടങ്ങുകയാണ്. സെപ്റ്റംബർ 2025 എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 1 to 15 എല്ലാ ചാപ്റ്റേഴ്സ് നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ബേസ് വെച്ചിട്ട് തന്നെ നമ്മൾ റാപ്പിഡ് ആയിട്ട് റിവിഷൻ ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഫുൾ ലെങ്തി ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്നാൽ നമുക്ക് തുടങ്ങാം. ചാപ്റ്റർ നമ്പർ 1 തൊട്ട് പ്രിലിമിനറി ആണ്. ഫസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ആർക്കൊക്കെ കമ്പനീസ് ആക്ട് അപ്ലിക്കബിൾ ആകും ഓർത്ത് വെക്കുക. ഇൻഷുറൻസ് കമ്പനീസിന് എല്ലാം അപ്ലിക്കബിൾ ആകും. ബാങ്കിങ് കമ്പനീസും കമ്പനീസ് എൻഗേജ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റി സപ്ലൈ അതർ കമ്പനീസിന് അപ്ലിക്കബിൾ ആകും. പക്ഷേ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഏതൊക്കെ കാര്യങ്ങളാണ് എക്സെപ്റ്റ് ഇൻ സോ ഫാർ ആസ് സെഡ് പ്രൊവിഷൻസ് ആർ ഇൻകൺസിസ്റ്റന്റ്. അപ്പോൾ ഏതൊക്കെ ഇൻകൺസിസ്റ്റന്റ് പ്രൊവിഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക. ഇത് ഡയറക്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇൻഷുറൻസ് കമ്പനീസിനും ബാങ്കിങ്ങും എനി അതർ എക്സെപ്റ്റ് ഇൻ സോ ഫാർ ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിലും അവർക്ക് അപ്ലിക്കബിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കമ്പനീസ് ആക്ടും ഇൻഷുറൻസ് കമ്പനീസിലും ഒരേ കാര്യമാണെങ്കിൽ നോ വറീസ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, കമ്പനീസ് ആക്ടിലൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു ഇൻഷുറൻസ് കമ്പനീസ്. അതേപോലെ തന്നെ ബാങ്കിങ് കമ്പനീസ് ആയിക്കോട്ടെ. അതിനുശേഷം എക്സെപ്റ്റ് ഇൻ സോ ഫാർ വെൻ ദർ ഈസ് എൻ ഇൻകൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. ഇഫ് ഇറ്റ് ഈസ് ഈക്വൽ നോ വറീസ് വി ക്യാൻ കണ്ടിന്യൂ വിത്ത് ദ സെയിം. സോ ഇവിടെ നമ്മൾ തുടങ്ങുന്നു. അബ്രിജ്ഡ് പ്രോസ്പെക്ട് ഡെഫിനേഷൻ നമ്മൾ തുടങ്ങുകയാണ്. അബ്രിജ്ഡ് പ്രോസ്പെക്ട് ചാപ്റ്റർ നമ്പർ 3 നമ്മൾ പഠിക്കുന്നുണ്ട്. എന്താണ് അബ്രിജ്ഡ്? ഇസ് എ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് പ്രോസ്പെക്ടസ് മാത്രം ആഡ് ചെയ്യുന്നതിൻ്റെ പേരാണ് നമ്മൾ അബ്രിജ്ഡ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ 133 ഓഫ് കമ്പനീസ് ആക്ട് 2013 ആണ് പറയുന്നത്. ICA റിലീസ് ചെയ്തിരിക്കുന്ന സ്റ്റാൻഡേർഡ്സിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുക, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ആൾട്ടറേഷൻ. ഈ ഒരു ആൾട്ടറേഷൻ എന്ന വേർഡ് ഓർത്ത് വെക്കുക. ആൾട്ടറേഷൻ എവിടെയെങ്കിലും കേട്ടാൽ അഡീഷന്, ഒമിഷന്, സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം ആൾട്ടറേഷൻ തന്നെയാണ്. സോ ആൾട്ടറേഷൻ ഓഫ് ആർട്ടിക്കൽസ്. സോ ആർട്ടിക്കൽസ് എന്ന് പറഞ്ഞാൽ ഒറിജിനലി ഉണ്ടാക്കിയ ആർട്ടിക്കൽസും നമ്മൾ ടൈം ടു ടൈം നമ്മൾ ആൾട്ടർ ചെയ്ത ആർട്ടിക്കൽസും സെയിം വാലിഡിറ്റി ആയിരിക്കും, ഓർത്ത് വെക്കുക. പക്ഷേ ആൾട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ രജിസ്ട്രാറിന് അയച്ചു കൊടുക്കണം. ആ ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. അത് പ്രീവിയസ് കമ്പനിലോ 1956 അണ്ടറിൽ ക്രിയേറ്റ് ചെയ്തിട്ട് 2013 അണ്ടറിൽ ഫോളോ ചെയ്താലും ആർട്ടിക്കൽസ് വാലിഡിറ്റി സെയിം ആയിരിക്കും. ഇവിടെ വലിയൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയില്ല, പക്ഷേ ഇവിടെ തൊട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് അസോസിയേറ്റ് കമ്പനി? അറ്റ്ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ്, അറ്റ്ലീസ്റ്റ് 20% ഓഫ് വോട്ടിംഗ് പവർ എന്നൊരു വാക്ക് ഓർത്ത് വെക്കുക. ഒരു പക്ഷേ 20% ഇല്ലെങ്കിലും എന്താകും? 20% ഇല്ലെങ്കിലും അവിടെ അസോസിയേറ്റ് കമ്പനി റിലേഷൻഷിപ്പ് വരും. എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ബിസിനസ് ബൈ ആൻ എഗ്രിമെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ ഓർത്ത് വെക്കുക. പക്ഷേ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ 20% എങ്ങനെ ഹോൾഡ് ചെയ്യണം? അത് ഹോൾഡ് ചെയ്യുന്നത് ഒരു ഫിഡീഷ്യറി കപ്പാസിറ്റി ആണെങ്കിൽ, അതായത് ഒരു ട്രസ്റ്റിയാണ് ഹോൾഡ് ചെയ്യുന്നതെങ്കിൽ. ഇപ്പം ഞാൻ നേരിട്ട് ഹോൾഡ് ചെയ്യുമ്പോൾ 20% ഹോൾഡ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിൻടോം എന്നൊരു കമ്പനിയിൽ എക്സ് എന്നൊരു കമ്പനി 20% ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിൻടോം എന്ന് പറയുന്നത് അസോസിയേറ്റ് കമ്പനിയാകും, എക്സ് എന്ന് പറയുന്നത് പാരൻറ്റ് കമ്പനിയാകും. കറക്റ്റ് ആണോ? പക്ഷേ ഈ പാരൻറ്റ് കമ്പനി ഇവിടെ ഹോൾഡ് ചെയ്യുന്നത് നേരിട്ടൊരു ഓണർഷിപ്പ് ബേസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ പാരൻറ്റ് കമ്പനിയായ എക്സ് ഹോൾഡ് ചെയ്യുന്നത് ആസ് എ ട്രസ്റ്റി ആണെങ്കിൽ അത് ഒരിക്കലും സിഗ്നിഫിക്കൻ്റ് ഇൻഫ്ലുവൻസ് വരില്ല. ഒരു ATQ അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. ഓക്കെ, ഓർത്ത് വെക്കുക. അതുണ്ടോ? ഷെയർസ് ഹെൽഡ് ബൈ എ കമ്പനി ഇൻ അനദർ കമ്പനി ആസ് എ ഫിഡീഷ്യറി കപ്പാസിറ്റി ലൈക്ക് ലീഗൽ ആർക്കായിട്ട് അല്ലെങ്കിൽ ട്രസ്റ്റ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ. അങ്ങനെയുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ അസോസിയേറ്റ് റിലേഷൻഷിപ്പ് വരില്ല. അത് നോട്ട് ചെയ്ത് വെക്കുക. ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരും. എന്ത് പർപ്പസിന് വേണ്ടി ഹോൾഡ് ചെയ്തു? നെക്സ്റ്റ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. സെയിം ആസ് 143 ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് നമ്മളത് പഠിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഓത്തറൈസ്ഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ബോഡി കോർപ്പറേറ്റ് ഓർത്ത് വെക്കുക. നമ്മളിത് LLPയിൽ നമ്മൾ ബോഡി കോർപ്പറേറ്റ് എന്ന് പഠിക്കുന്നുണ്ട്. ഇന്ത്യൻ കമ്പനി, ഫോറിൻ കമ്പനി, ഇന്ത്യൻ LLP, ഫോറിൻ LLP എല്ലാം എന്താണ്? ബോഡി കോർപ്പറേറ്റ് ആണ്. ഇപ്പോൾ കോർപ്പറേറ്റീവ് സൊസൈറ്റീസ് വരില്ല, കോർപ്പറേഷൻ സോല് വരില്ല. അതേപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് വേണമെങ്കിൽ എന്താണ്? കമ്പനിയോ ഈ പറഞ്ഞ അല്ലാതെ വേറെ ഏതെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ലൈക്ക് SBI, ലൈക്ക് RBI എന്നൊക്കെ വേണമെങ്കിൽ എന്താണ്? ബോഡി കോർപ്പറേറ്റ് അല്ലെന്ന് പറയാം. നെക്സ്റ്റ് ബുക്ക് ആൻഡ് പേപ്പർ, ബുക്ക് ഓർ പേപ്പർ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട് ഓർത്ത് വെക്കുക. എന്തൊക്കെ വരും? ഓൾ ദ മണി ഈസ് റിസീവ്ഡ് ആൻഡ് എക്സ്പെൻഡഡ്, സ്പെൻഡ് ചെയ്യുന്നത്. ഓൾ പർച്ചേസസ് ആൻഡ് സെയിൽസ്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്, ഐറ്റംസ് ഓഫ് കോസ്റ്റ് അണ്ടർ കോസ്റ്റ് അക്കൗണ്ട്. ഇതൊക്കെ ഇത്ര ഓർത്ത് വെക്കുക ഏതൊക്കെ വരുമെന്ന്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ബ്രാഞ്ച് ഓഫീസ് വരത്തില്ല. കോൾഡ് അപ്പ് നോട്ട് ചെയ്ത് വെക്കുക. ചാർജ് എന്ന് പറയുമ്പോൾ 6th ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. CEO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. കമ്പനി എന്ന് പറയുമ്പോൾ ക്ലോസ് 20ലാണ്. കമ്പനി 2013 അണ്ടറിൽ ഇൻകോർപ്പറേഷൻ ചെയ്താലും 1956 അണ്ടറിൽ ഇൻകോർപ്പറേഷൻ ചെയ്താലും കമ്പനി തന്നെയാണ്, ഓർത്ത് വെക്കുക. ഇനി കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ ഒരു കോൺസെപ്റ്റ് ഓർത്ത് വെക്കുക. ഗ്യാരണ്ടി എന്ന് പറയുന്നത് എപ്പോഴാണ്? വൈൻഡിങ് കമ്പനി സമയത്ത് മാത്രമേ ഈ പറഞ്ഞ ഗ്യാരണ്ടി നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുന്നത് കമ്പനി ലിമിറ്റഡ് ബൈ ഗ്യാരണ്ടിയിൽ ഒരാൾ, റോബിൻ എന്ന് പറഞ്ഞ ആൾ കമ്പനിയിലുള്ള സമയത്ത് വൈൻഡിങ് അപ്പ് ആയാലും
റോബിൻ എന്നൊരാൾ പിരിഞ്ഞു പോയിട്ട് 1 വർഷത്തിനുള്ളിൽ വൈൻഡിങ് അപ്പ് ആയാലും ഈ ഗ്യാരണ്ടി നമ്മൾ കൊടുക്കേണ്ടി വരും. മുന്നോട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഷെയർസിൻ്റെ പൈസ കൊടുക്കാനുണ്ടോ അത്ര എമൗണ്ടിനോട് ലിമിറ്റഡ് ആയിരിക്കും. ഇപ്പോൾ 10 രൂപയുടെ ഷെയർസ് മേടിച്ചിട്ട് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ലയബിലിറ്റി വിൽ ബി ലിമിറ്റഡ് ടു 5 ഓൺലി. അൺപെയ്ഡ് ഉണ്ടെങ്കിൽ ഇഫ് എനി അൺപെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം. നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ടറി ആണ്, നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട്. കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഡയറക്റ്റ്ലി ഇൻഡയറക്റ്റ് ആയിട്ട് കമ്പനിയിലെ മെജോറിറ്റി ഡയറക്ടേഴ്സിന് അപ്പോയിൻറ്റ് ചെയ്യാൻ വരുന്നത് കൺട്രോൾ തന്നെ വരും. കോമ്പോസിഷൻ. നെക്സ്റ്റ് ഡിബെഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഡിബെഞ്ചർ സ്റ്റോക്ക് വരും, ബോണ്ട് വരും, എല്ലാ കാര്യങ്ങളും വരും. പക്ഷേ 2 ഇൻസ്ട്രുമെൻറ്റ് ലൈക്ക് ചാപ്റ്റർ 3D വരുന്ന കമേഴ്ഷ്യൽ പേപ്പേഴ്സും ട്രഷറി ബിൽസൊന്നും വരുന്നില്ല. ഇതല്ലാതെ സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. റിസർവ് ബാങ്കിൻ്റെ കൺസൾട്ടേഷനോട് വേറെ ഒന്നും ഡിബെഞ്ചർ അല്ല എന്നും പറയാം. ഡയറക്ടർ എന്ന സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുന്നു 8th ചാപ്റ്റർ. ഡയറക്ടേഴ്സ് ഒന്നും നമ്മൾ പഠിക്കാനില്ല കേട്ടോ. നെക്സ്റ്റ് ഡോക്യുമെൻറ്റ്, സിമ്പിൾ കോൺസെപ്റ്റ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു. എന്താണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ? എംപ്ലോയീസിനും ഡയറക്ടേഴ്സിനും ഒരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത സമയം വരെ നിങ്ങൾ കമ്പനിയിൽ വർക്ക് ചെയ്താൽ അല്ലെങ്കിൽ നിശ്ചിത ഒരു ടാർഗറ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നമ്മുടെ കമ്പനിയുടെ ഷെയർസ് ഇത്ര രൂപയ്ക്ക് തരാം. ഇറ്റ് ഈസ് നോട്ട് എ ഷെയർ, ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓപ്ഷൻ, ഓണർഷിപ്പ് ഓപ്ഷൻ കൊടുക്കുകയാണ്. എക്സ്പെർട്ട് എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ വരും, പ്രോസ്പെക്ടസ് വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഓർത്ത് വെക്കുക. ബാലൻസ് ഷീറ്റ് ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇനി അതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ആണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആണ് എന്തായിട്ട് വരിക? നമുക്കത് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഇക്കൗണ്ടായിട്ട് വരിക. നെക്സ്റ്റ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇഫ് എനി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ച് ഇക്വിറ്റി എനി എക്കോണമിക്സ് ആണ് കോൺസെപ്റ്റ് ആണ്. എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെൻറ്റ് ഈ പറഞ്ഞ 1 തൊട്ട് 4 വരെയുള്ളതെല്ലാം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരും. ഇവിടെ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ, നമുക്കൊരു 80 ക്വസ്റ്റ്യൻ വരും. അതായത് ഈ പറഞ്ഞ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യം. ശരിക്കും ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വന്നാലും വന്നില്ലെങ്കിലും കമ്പനിയുടെ പ്രോഫിറ്റും ലോസിലും വ്യത്യാസമൊന്നും ആകാൻ പോകുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ചോദിക്കുന്നു. അതാണ് എക്സ്ട്രാ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ 1 പേഴ്സൺ കമ്പനിയും സ്മോൾ കമ്പനിയും ഡോർമെൻറ്റ് കമ്പനിയും പിന്നെ സ്റ്റാർട്ടപ്സും ഈ പറഞ്ഞ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണ്ട. ഏതൊക്കെയാണ്? 1 പേഴ്സൺ കമ്പനിക്ക് വേണ്ട, സ്മോൾ കമ്പനി വേണ്ട, ഡോർമെൻറ്റ് കമ്പനീസും വേണ്ട. അപ്പോൾ ഓർത്ത് വെക്കുക, ഈ 3നും വേണ്ട. പക്ഷേ ക്രൈറ്റീരിയ ഉണ്ട് കേട്ടോ. സ്റ്റാർട്ടപ്സിനും വേണ്ട കേട്ടോ. ഓർത്ത്, പ്രൈവറ്റ് കമ്പനീസ് സ്റ്റാർട്ടപ്പ് ആണെങ്കിലും വേണ്ട. പക്ഷേ ഒരു ക്രൈറ്റീരിയ ഉള്ളൂ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? 2013 അണ്ടറിലോ ഒരു കമ്പനീസ് ആക്ട് 1956 അണ്ടറിലോ ഒരാൾ സ്റ്റാർട്ടപ്പ് 10 വർഷം വരെ സ്റ്റാർട്ടപ്പ്, പിന്നെ ടോട്ടൽ ടേൺ ഓവർ 100 crore മേളിൽ പോകാൻ പാടില്ല. കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ ആർക്ക്? OPCക്കും സ്മോൾ കമ്പനിക്കും ഡോർമെൻറ്റ് കമ്പനിക്കും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പിനും അപ്ലിക്കബിൾ ആകണമെന്നുണ്ടെങ്കിൽ 137 ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും 92 ആനുവൽ റിട്ടേൺസും കൃത്യമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. സോ 1ാമത്തെ പോയിന്റ് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വേണം. 2ാമത്തെ പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എക്സെപ്ഷൻസ് കിട്ടും. ആ എക്സംഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഫോളോ സം കണ്ടീഷൻസ്. ഇതെല്ലാം ഫോളോ ചെയ്താലേ നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് നോട്ട് ചെയ്ത് വെക്കുക. ഫൈനാൻഷ്യൽ ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നോർമൽ ഫൈനാൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താണ്? April to March 31 ആണ് ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടി പുതിയ ഫൈനാൻഷ്യൽ ഇയർ കിട്ടാൻ വേണ്ടി അല്ല നമ്മൾ പഠിക്കുന്നത്. April 1 തൊട്ട് March 31 വരെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ ഇയർ. പുതിയൊരു കാര്യമാണോ? പുതിയൊരു കാര്യമല്ല. പക്ഷേ എന്നാൽ ഇവിടെ നമുക്ക് വരുന്നൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ സംബന്ധമായിട്ടാണ് ഈ ഒരു ഡേറ്റ് നമുക്ക് വരിക. ഇൻകോർപ്പറേഷൻ സംബന്ധമായിട്ട്, അതായത് April തൊട്ട് December കാലഘട്ടം വരെ ഇവിടെയാണ് ഇൻകോർപ്പറേഷൻ ചെയ്തതെങ്കിൽ ഒരു കമ്പനി സെയിം ഇയർ ആയിരിക്കും അതിൻ്റെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ April to December എന്ന് പറയുമ്പോൾ August 15th 2025 ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ചെയ്തു എന്ന് വെച്ചോ. ഇതിൻ്റെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ 7th ചാപ്റ്ററായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട് AGMൻ്റെ കോൺസെപ്റ്റിൽ. അതായത് August 15, 2025 എന്ന ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. ഓക്കെ, ഡേറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇത് ചെയ്തിട്ട് 31 March 2026 ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ്. സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. പക്ഷേ എന്നാൽ ഇവിടെ നോക്കിക്കോ, ഒരു പക്ഷേ January 15th 2026 ഏത് ഫൈനാൻഷ്യൽ ഇയറാണ്? 2025-26 ഫൈനാൻഷ്യൽ ഇയർ തന്നെയാണ്. പക്ഷേ January 15, 2026 ഇൻകോർപ്പറേഷൻ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ഫൈനാൻഷ്യൽ ഇയർ 31 March 2027 ആയിരിക്കും. ഇതൊരു ഇളവ് കൊടുക്കുകയാണ് ഒരു കമ്പനിക്ക്. അതായത് നിങ്ങൾ
ജനുവരി തൊട്ട് മാർച്ചിനിടയ്ക്കാണ് നിങ്ങൾ ഇൻകോർപ്പറേഷൻ ചെയ്തെങ്കിൽ അതേ വർഷമായിരിക്കില്ല, നെക്സ്റ്റ് ഇയർ ആയിരിക്കും നിങ്ങളുടെ എന്ത് ഫൈനാൻഷ്യൽ ഇയർ. അതായത് 9 + 3. ഇഫ് ഇറ്റ് ഈസ് 9 സെയിം ഇയർ, ഇഫ് ഇറ്റ് ഈസ് 3 നെക്സ്റ്റ് ഇയർ. ക്ലിയർ ആണോ? യെസ്, സിമ്പിൾ കോൺസെപ്റ്റ്. അപ്പോൾ ഒരു കാൽക്കുലേഷൻ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് ഒരു കോൺസെപ്റ്റാണ്, ഒരു കോൺസെപ്റ്റ്. രണ്ടാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ നോർമലി ഏപ്രിൽ ടു മാർച്ച് ആണെങ്കിലും യു ക്യാൻ ചേഞ്ച് ഇറ്റ്. സോ വാട്ട് ഈസ് ദ റീസൺ ടു ചേഞ്ച് ഇറ്റ്? വേർ എ കമ്പനി ഓർ എ ബോഡി കോർപ്പറേറ്റ് വിച്ച് ഈസ് എ ഹോൾഡിംഗ് സബ്സിഡിയറി അസോസിയേറ്റ് ഓഫ് എ കമ്പനി ഇൻകോർപ്പറേറ്റഡ് ഔട്ട്സൈഡ് ഇന്ത്യ. എപ്പോഴാണ്? ഇപ്പോൾ ബിൻടോം എന്ന് പറയുന്ന ഒരു കമ്പനി ഇത് വിദേശത്തുള്ള ഒരു കമ്പനിയുടെ ഹോൾഡിങ്ങോ സബ്സിഡിയറിയോ അസോസിയേറ്റോ ആണെങ്കിൽ ഈ വിദേശത്തുള്ള കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ ഫോർ എക്സാമ്പിൾ ജനുവരി ടു ഡിസംബർ ആണെങ്കിൽ ബിൻടോമിന് എന്ത് ഫോളോ ചെയ്യാം? ജനുവരി ടു ഡിസംബർ ഫോളോ ചെയ്യാം. പണ്ട് ട്രൈബ്യൂണലിൻ്റെ അണ്ടറിലായിരുന്നു ഈ പറഞ്ഞ ഫിനാൻഷ്യൽ ഇയർ ചേഞ്ച് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറ്റിയിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാക്കിയിട്ടുണ്ട്, ഓർത്ത് വെക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് ഫ്രീ റിസർവ്സ് ആണ്. ഫ്രീ റിസർവ്സ് നമുക്കറിയാം റിയലൈസ്ഡ് റിസർവ്സ് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും എന്താകില്ല, നമ്മുടെ ഈ പറഞ്ഞ റീവാലുവേഷൻ റിസർവ്സോ അൺറിയലൈസ്ഡ് ഗെയിൻസ്, നോഷണൽ ഗെയിൻസ്, നമ്മൾ ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബുക്ക് വാല്യൂ 20,000 റുപ്പീസ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ 25 lakh. സോ എക്സ്ട്രാ 5 lakh വരുന്നത് ഇറ്റ് ഈസ് എ റിസർവ്സ് ആണ്, ബട്ട് ഇറ്റ് ഈസ് ജസ്റ്റ് 5 lakh വരുന്നത് റിസർവ്സ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് റീവാലുവേഷൻ റിസർവ്സ് ആണ്. അത് നമുക്ക് റിസർവ്സ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് ക്യാരിയിങ് എമൗണ്ട് ഉണ്ട്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കോൺസെപ്റ്റ് ആണ്. അത് നമുക്ക് ഉറപ്പായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ലയബിലിറ്റി അസറ്റിൻ്റെ റീവാലുവേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഉണ്ട്. ഗവൺമെൻറ് കമ്പനി ഓർത്ത് വെക്കുക, സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഗവൺമെൻറ് കമ്പനി എന്ന് പറയുമ്പോൾ നോട്ട് ലെസ് ദാൻ 51%, അതായത് അറ്റ്ലീസ്റ്റ് 51% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹെൽഡ് ബൈ CG, സ്റ്റേറ്റ് ഗവൺമെൻറ്, or governments, or partly by CG, partly by one or more state government. അപ്പോൾ ഇതിനകത്ത് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബിൻടോം എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ 51% ഹോൾഡ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് 20%, സ്റ്റേറ്റ് ഗവൺമെൻറ് 20%, RBI 20%. ഗവൺമെൻറ് കമ്പനിയാണോ? അല്ല. കാരണം RBI എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ല, ഗവൺമെൻറ് സ്ഥാപനമാണ്, ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തത് മാത്രമാണ് CG, SG മാത്രമാണ്. ഇല്ലെങ്കിൽ RBI എന്ത് ചെയ്യണം? RBI ഒരു 50% അല്ല, ഇപ്പോൾ RBI ബിൻടോമിൽ ഒരു 52% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിബിൾ ആയിരിക്കും. കാരണം എന്താണ്? RBIയുടെ കൺട്രോൾ ആരാ? സെൻട്രൽ ഗവൺമെൻറ്റാണ്. അപ്പോൾ RBI 100% കൺട്രോൾ ചെയ്യുന്നൊരു സെൻട്രൽ ഗവൺമെൻറ് ആകും. RBI ഈസ് എ ഗവൺമെൻറ് കമ്പനിയാണ്. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനി കൺട്രോൾ ചെയ്യുന്ന ബിൻടോം എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് എന്തായിട്ട് മാറും? ഗവൺമെൻറ് കമ്പനി ആയിട്ട് മാറും. അതായത് സബ്സിഡിയറി ഓഫ് എ ഗവൺമെൻറ് കമ്പനി ഈസ് ആൾവേസ് എ ഗവൺമെൻറ് കമ്പനി. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഏതെങ്കിലും ഗവൺമെൻറ് കമ്പനിയാണ്, RBIയുടെ പകരം നമുക്ക് LIC നോക്കാം, കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് പറയാൻ പറ്റും. LIC 20% ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മളിതിനെ കൺസിഡർ ചെയ്യില്ല. പക്ഷേ LIC എൻ്റെ ബിൻടോം എന്ന കമ്പനിയിൽ 52% ഹോൾഡ് ചെയ്യുമ്പോൾ LIC എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് കമ്പനിയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഗവൺമെൻറ് കമ്പനി ബിൻടോം എന്നൊരു കമ്പനിയിൽ 52% ഹോൾഡ് ചെയ്യുമ്പോൾ ബിൻടോം ഓട്ടോമാറ്റിക് എത്രയായിട്ട് വരും? എന്തായിട്ട് വരും? ഗവൺമെൻറ് കമ്പനി. അപ്പോൾ ഇവരുടെ രണ്ടുപേരും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് സബ്സിഡിയറി ഓഫ് ഗവൺമെൻറ് കമ്പനി ഈസ് ആൾവേസ് എ ഗവൺമെൻറ് കമ്പനി. ക്ലിയർ ആണോ? യെസ്, ഓർത്ത് വെക്കുക. ഇൻക്ലൂഡ്സ്. അപ്പോൾ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലിന് പകരം എന്താണ്? വോട്ടിംഗ് റൈറ്റ് എന്നൊരു സംഭവം വരും. അതിനുശേഷം ഹോൾഡിംഗ് കമ്പനി നമുക്കറിയാം. ഹോൾഡിംഗ് കമ്പനി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമുക്ക് എപ്പോഴും സബ്സിഡിയറി കമ്പനിയുടെ ഫീച്ചേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുക. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഉണ്ട്. നെക്സ്റ്റ് KMP എന്ന് നോട്ട് ചെയ്ത് നോക്കുക. ആരൊക്കെ KMPയിൽ വരും? CEO വരും, മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ മാനേജർ, കമ്പനി സെക്രട്ടറി വരും, ഹോൾ ടൈം ഡയറക്ടർ, ചീഫ് ഫൈനാൻഷ്യൽ ഓഫീസർ വരും, സച്ച് അതർ ഓഫീസർ ആസ് മേ പ്രിസ്ക്രൈബ്. ഇതുവരെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ലിസ്റ്റഡ് കമ്പനി. പക്ഷേ ഇവിടെ ലിസ്റ്റഡ് കമ്പനിയിൽ ഒരു കാര്യം ഓർത്ത് വെക്കുക. ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ എന്ത് ലിസ്റ്റ് ചെയ്താലും ലിസ്റ്റഡ് കമ്പനി അല്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണമെങ്കിൽ സെബിയുടെ കൺസൾട്ടേഷനോട് കൂടി ഈവൻ ദോ ചിലത് ലിസ്റ്റ് ചെയ്താലും കേട്ടോ, അക്കോർഡിംഗ് ടു റൂൾ 2A the following classes of companies shall not be considered as listed companies. കേട്ടോ, ഇക്വിറ്റി ഷെയർസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്ത് ലിസ്റ്റ് ചെയ്തു? ഇത് ലിസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ പോയിന്റ് നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റി പ്രൈവറ്റ് പ്ലേസ്മെന്റ് ബേസിസ്, നോൺ കൺവേർട്ടബിൾ റിഡീമബിൾ പ്രിഫറൻസ് ഷെയർ ബേസിസ് പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ബോത്ത് കാറ്റഗറി ലിസ്റ്റ് ചെയ്താലും ലിസ്റ്റഡ് കമ്പനി അല്ല. നെക്സ്റ്റ് പ്രൈവറ്റ് കമ്പനി ലിസ്റ്റഡ് ദേ നോൺ കൺവേർട്ടബിൾ ഡെറ്റ് സെക്യൂരിറ്റീസ്. പബ്ലിക് കമ്പനി ലിസ്റ്റ് നോട്ട് ലിസ്റ്റഡ് ദർ ഇക്വിറ്റി ഷെയർസ് ബട്ട് ലിസ്റ്റഡ് ദർ ഫോറിൻ. ഓക്കെ,
ഫോറിനിൽ സമ്മർ അതർ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഫോറിനിൽ ലിസ്റ്റ് ചെയ്താൽ ഇന്ത്യയിൽ നിങ്ങൾ ലിസ്റ്റഡ് കമ്പനി ആകില്ല. അപ്പോൾ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം മാനേജർ ആ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. മാനേജിംഗ് ഡയറക്ടർ ഓർത്ത് വെക്കുക. മാനേജിംഗ് ഡയറക്ടർ ആകാൻ വേണ്ടി ആദ്യം ആരായിരിക്കണം? ഡയറക്ടർ ആയിരിക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ മാനേജിംഗ് ഡയറക്ടറിന് അവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവേ. മാനേജിംഗ് ഡയറക്ടർ നിങ്ങൾക്ക് അവിടെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരും. എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ എങ്ങനെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്? ഒന്നാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരമായിരിക്കാം. രണ്ടാമത് എഗ്രിമെൻറ്റ് വിത്ത് എ കമ്പനി ആയിരിക്കാം. റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ഇറ്റ്സ് ജനറൽ മീറ്റിംഗ് ആയിരിക്കാം. അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിരിക്കാം. ഇൻട്രസ്റ്റഡ്. അപ്പോൾ 4 രീതിയിലാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇയാൾക്ക് എന്തുണ്ട്? സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഉണ്ടെന്ന് പറയുന്നത്. അതായത് കമ്പനിയുടെ കൺട്രോൾ ആരാ ചെയ്യുന്നത്? മാനേജിംഗ് ഡയറക്ടറാണ്. പക്ഷേ അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നുള്ള വളരെ കൃത്യമായിട്ട് തന്നെ ആലോചിച്ച് വെക്കണം. അപ്പോൾ ഇവിടെ ചോദ്യം ഇതാണ്, ഈ മേളിൽ പറയുന്ന പോയിന്റ്സ് ഷാൽ നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സബ്സ്റ്റാൻഷ്യൽ പവർ. ചോദ്യം ഇങ്ങനെ വരിക, വിൻടം എന്നൊരു കമ്പനിയിൽ റോബിൻ എന്ന് പറഞ്ഞ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു. അയാൾ എന്ത് ചെയ്തു? കമ്പനിയുടെ എന്താണ് ഒരു ഫോർ എക്സാമ്പിൾ മെയിനായിട്ട് വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. ടു സൈൻ എനി സർട്ടിഫിക്കറ്റ് ഓഫ് ദ ഷെയർ ട്രാൻസ്ഫർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതൊരു ഷെയർ ട്രാൻസ്ഫർ എഗ്രിമെൻ്റ് ആണെന്ന് വെച്ചോ. ഇവിടെ റോബിൻ സൈൻ ചെയ്തിട്ട് പറഞ്ഞു, നീ എന്തുകൊണ്ട് സൈൻ ചെയ്തു? ഓക്കെ, നീ സൈൻ ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് സൈൻ ചെയ്തു എന്ന് വെച്ചപ്പോൾ ഞാൻ മാനേജിംഗ് ഡയറക്ടറല്ലേ, എനിക്ക് സൈൻ ചെയ്യാം. ഒരിക്കലും തന്നെ പറ്റില്ല. ഓർത്ത് വെക്കുക, ഒരിക്കലും തന്നെ പറ്റില്ല. അതായത് സബ്സ്റ്റാൻഷ്യൽ പവറിൽ വരുന്ന കാര്യമല്ല ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ കേട്ടോ. സബ്സ്റ്റാൻഷ്യൽ പവറിൽ ഇതൊന്നും വരില്ല. എന്ത് വരില്ല? കമ്പനിയുടെ ഏത് ഡോക്യുമെൻറ്റിലും കോമൺ സീൽ അറ്റാച്ച് ചെയ്യാമെന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ പവറിൽ വരില്ല. നെക്സ്റ്റ്, കമ്പനിയുടെ ചെക്ക് ഏതിനകത്തും ഡ്രോ ചെയ്യാനോ എൻഡോസ് ചെയ്യാനോ ഒരിക്കലും പറ്റത്തില്ല. നെക്സ്റ്റ്, ഇതല്ലാതെ ബിൽ ഓഫ് എക്സ്ചേഞ്ചോ പ്രോമിസറി നോട്ട് എൻഡോസ് ചെയ്യാനോ ഡ്രോ ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്ന ഈ ഒരു കോൺസെപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ വരിക. ഓക്കെ, ഓർത്ത് ചെയ്തു. നെക്സ്റ്റ്, മെമ്പർ എന്ന് ഞാൻ സബ്സ്ക്രൈബേഴ്സ് മെമ്പറാണ്. റൈറ്റിംഗ് ടു ബി മെമ്പറാണ്. നെക്സ്റ്റ്, ബെനിഫിഷ്യലി ഹോൾഡ് ചെയ്താലും മെമ്പർ തന്നെയാണ്. ഡെപ്പോസിറ്ററിയിൽ മെമ്മോറണ്ടം. നെറ്റ്വർത്ത് നോട്ട് ചെയ്തു നോക്കുക. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. മേ ബി 3 മാർക്സിൻ്റെ MCQ 2 മാർക്സിൻ്റെ MCQ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ വരിക? നോട്ട് ചെയ്ത് വെക്കുക. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞാൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഓൾ റിസോഴ്സിൽ ഒരിക്കലും റീവാലുവേഷൻ റിസോഴ്സ് വരില്ല. ഓക്കെ, സെക്യൂരിറ്റി പ്രീമിയം ആൻഡ് ഡെബിറ്റ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. പക്ഷേ യു ഹാവ് ടു മൈനസ് സംതിങ്. എന്താണ്? അക്യുമുലേറ്റഡ് ലോസസ്, ഡിഫേർഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ. ഇതെല്ലാം പക്ഷേ ഏതൊക്കെ വരില്ല? റിസർവ്സ് എന്ന് പറയുന്നത് റീവാലുവേഷൻ അസറ്റിലൂടെയോ റൈറ്റ് ബാക്ക് ഓഫ് ഡിപ്രിസിയേഷൻ അമാൽഗമേഷനിലൂടെയോ നമ്മൾ ഡിമർജർ ചെയ്യുന്ന സമയത്ത് അതൊന്നും നടക്കുന്ന സംഭവങ്ങൾ ഇവിടെ റീവാലുവേഷൻ റിസർവ്സിൽ വരില്ല. എക്സാമ്പിൾ നമ്പർ 6 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്തായിരുന്നു? ഈ പറഞ്ഞ നെറ്റ്വർത്ത് എടുത്ത സമയത്ത് നമ്മൾ റിസർവ്സ് ഔട്ട് ഓഫ് റീവാലുവേഷൻ ആഡ് ചെയ്തിട്ടുണ്ടായത്. ഒരിക്കലും നമുക്കത് കൂട്ടാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ ഓഫീസറിന് ഡിഫോൾട്ട് നോട്ട് ചെയ്ത് വെച്ചാൽ ഓരൊക്കെ ഓഫീസറിന് ഡിഫോൾട്ട് വരും. ഹോൾ ടൈം ഡയറക്ടർ വരും ഫസ്റ്റ് ഓഫ് ഓൾ. ഇനി താഴെ പറഞ്ഞ ലിസ്റ്റിലുള്ള ആൾക്കാർ വരും. KMP വരും. ഇനി KMP ഇല്ലെങ്കിൽ ആരെങ്കിലും ഓത്തറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരും. ബോർഡ് ഓത്തറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വരും. അതേപോലെ തന്നെ അഡ്വൈസ് കൊടുത്ത ആൾക്കാർ വരും. പക്ഷേ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ ഇപ്പോൾ ആസ് എ CA നിങ്ങളൊരാൾ അഡ്വൈസ് ചെയ്താൽ നിങ്ങൾ ഓഫീസറിന് ഡിഫോൾട്ട് ആയിരിക്കില്ല. കാരണം നിങ്ങൾ ആ പറഞ്ഞ അഡ്വൈസ് കൊടുക്കുന്നത് പ്രൊഫഷണൽ കപ്പാസിറ്റിയിൽ മാത്രമായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ കോൺട്രാവെൻഷൻ എവറി ഡയറക്ടർ വരും. അതിനുശേഷം ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ് സംബന്ധമാണെങ്കിൽ ഷെയർ ട്രാൻസ്ഫർ ഏജൻറ്റ്സും രജിസ്ട്രാറും മർച്ചൻറ്റ് ബാങ്കേഴ്സും വരും. ഓർത്ത് വെക്കുക. 1% കമ്പനി നമ്മൾ 2nd ചാപ്റ്ററിൽ പഠിക്കുന്നു. ഓർഡിനറി സ്പെഷ്യൽ റെസൊല്യൂഷൻ 7th ചാപ്റ്ററിൽ പഠിക്കുന്നു. അതിനുശേഷം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ നമുക്ക് നല്ലോണം അറിയാം. പോസ്റ്റ് ബാലറ്റ് നമ്മൾ 7th ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. പ്രിസ്ക്രൈബ് ഓർത്ത് വെക്കാം. എവിടെയെങ്കിലും പ്രിസ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ റൂൾസ് അണ്ടർ ഗവൺമെൻറ് ആണ്. പ്രൈവറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നെക്സ്റ്റ്, മാക്സിമം നമ്പർ ഓഫ് ലിമിറ്റ് 200 ആയിരിക്കും. അതിനകത്ത് ജോയിൻറ്റ് ഓണർഷിപ്പിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. ജോയിൻറ്റ് ഓണർഷിപ്പിൽ എങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോക്കുക. നെക്സ്റ്റ്, പ്രസൻറ്റ് എംപ്ലോയീസ്, പാസ്റ്റ് എംപ്ലോയീസ്. ഇത് കൃത്യം നോട്ട് ചെയ്ത് വെച്ചാലിട്ട് നിങ്ങൾക്ക് ഡേറ്റ് ചോദിക്കും. അതായത് ആദ്യം എംപ്ലോയ്മെൻറ്റ് ആയിരുന്നോ ആദ്യമേ മെമ്പർ ആയിരുന്നോ എന്നൊരു സംഭവമൊക്കെ. അപ്പോൾ അത് സീസണിനെ കുറിച്ച് നോക്കുക. അതിനുശേഷം പ്രൊഹിബിഷൻ ആണ്. പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരിക ഈ രണ്ടാമത്തെ പോയിന്റ് ബേസ് ചെയ്തിട്ടാണ്. രണ്ടാമത്തെ പോയിന്റിൽ ഒന്ന് ജോയിൻറ്റ് ഓണർഷിപ്പിൻ്റെ ആണ്. പിന്നെ ഇവിടെ പോയിന്റ് നമ്പർ Bയിൽ നിങ്ങൾക്ക് ഒരു ATQ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിക്കും. ഓക്കെ, യെസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രൊമോട്ടർ പ്രോസ്പെക്ടസിൽ പേരുള്ള ആളോ കൺട്രോൾ ഓവർ ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി ഈ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങൾ കൊടുക്കുന്ന ആളോ. നെക്സ്റ്റ്, പ്രോസ്പെക്ടസ് പബ്ലിക് കമ്പനി. ഇറ്റ് ഈസ് നോട്ട് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ
അപ്പോൾ സാർ ഈ പ്രൈവറ്റ് കമ്പനി വിച്ച് ഈസ് നോട്ട് എ പബ്ലിക് കമ്പനി വരത്തില്ല. കാരണം പബ്ലിക് കമ്പനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് കമ്പനിയുടെ ഒരു റെസ്ട്രിക്ഷൻസ് അപ്ലിക്കബിൾ ആകില്ല. ഫോർ എക്സാമ്പിൾ എന്താണ്, ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഫ്രീലി ട്രാൻസ്ഫർ ആണ്, മാക്സിമം നമ്പർ ഓഫ് ലിമിറ്റേഷൻസ് ഇല്ല. അപ്പോൾ ഈ പറഞ്ഞ ജോയിൻറ്റ് ഓണർഷിപ്പ് മറ്റേ എംപ്ലോയ്മെൻസിൻ്റെ കോൺസെപ്റ്റ് അപ്ലിക്കബിൾ ആകില്ല. പബ്ലിക്കിന് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോട്ടീസ് ഇതൊക്കെ ഡീംഡ് പബ്ലിക് കമ്പനി, അതായത് പബ്ലിക് കമ്പനി കൺട്രോൾ ചെയ്യുന്ന എല്ലാ പ്രൈവറ്റ് കമ്പനീസും ഡീംഡ് ആസ് പബ്ലിക് ലിമിറ്റഡ് കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് റെഗുലേഷൻ. അപ്പോൾ മിനിമം നമ്പർ ക്രൈറ്റീരിയാസും റെഗുലേഷൻസും എല്ലാം എന്താണോ പബ്ലിക്കിന് അപ്ലൈ ആകുന്നത് അതെല്ലാം ഇവർക്ക് അപ്ലിക്കബിൾ ആകും. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. ഡീംഡിനെ കുറിച്ച് ഒരുപാട് നമുക്ക് ക്രൈറ്റീരിയാസ് ഒന്നും ഇല്ല കേട്ടോ. രജിസ്റ്റർ ഓഫ് കമ്പനീസ്, നെക്സ്റ്റ് രജിസ്ട്രാർ, റിലേറ്റഡ് പാർട്ടി ഇമ്പോർട്ടൻ്റ് ആണ്. റിലേറ്റഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? ഡയറക്റ്റ് കമ്പനീനെ സംബന്ധിച്ച് ഏതൊക്കെയാണ് റിലേറ്റീവ് എന്ന് ഓർത്ത് വിത്ത് റെഫറൻസ് ടു എ കമ്പനിയുടെ ഡയറക്ടറും അവരുടെ റിലേറ്റീവ് ആണ്, റിലേറ്റഡ് ആണ്. KMP, അതായത് ഇവരുമായിട്ട് ട്രാൻസാക്ഷൻസ് ചെയ്താൽ നമ്മൾ സെക്ഷൻ 188 ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ കൊടുക്കാനുണ്ട്. പാർട്ട്ണർഷിപ്പ് ഫോം ആണെങ്കിൽ ഇവിടുത്തെ ഡയറക്ടർ പാർട്ട്ണർ ആണെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അവിടുത്തെ ഡയറക്ടർ മെമ്പർ ആണെങ്കിൽ. ഓക്കെ, പക്ഷേ പബ്ലിക് കമ്പനിയുടെ കാര്യം മാത്രം ഓർത്ത് ചെയ്ത് വെക്കാം. ഇപ്പോൾ ബിൻടോം എന്നൊരു കമ്പനിയിലെ റോബിൻ എന്ന ഡയറക്ടർ നേരിട്ട് ഒരു റിലയൻസിൽ മെമ്പർ ആയിക്കഴിഞ്ഞാൽ റിലയൻസ് എനിക്ക് റിലേറ്റഡ് ആകില്ല, അല്ലെങ്കിൽ ഇറ്റ് മീൻസ് ബിൻടോമിന് റിലയൻസ് റിലേറ്റഡ് ആകില്ല അൺലെസ് റോബിൻ ഹോൾഡിംഗ് നോട്ട് ലെസ് ദാൻ 2% ഓഫ് ദ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, ഞാൻ തന്നെയോ എൻ്റെ റിലേറ്റീവ്സും കൂടെ കൂടിയിട്ടോ. നെക്സ്റ്റ് ബോഡി കോർപ്പറേറ്റിലും സെയിം ആണ്. ഇൻസ്ട്രക്ഷൻസ് എനി അതർ പേഴ്സൺസ് ഇൻസ്ട്രക്ഷൻ, പക്ഷേ ഇവിടെ പ്രൊഫഷണൽ കപ്പാസിറ്റി വരില്ല എന്ന് ഓർത്ത് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ഹോൾഡിംഗ് സബ്സിഡറി അസോസിയേറ്റ് കമ്പനി, അതിനുശേഷം സബ്സിഡറി കമ്പനി ഓഫ് ആൾസോ സബ്സിഡറി ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസും വരില്ല. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 188 ആർക്കൊക്കെ അപ്ലിക്കബിൾ ആകില്ല എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഏതൊക്കെ അപ്ലിക്കബിൾ ആകില്ല? ഹോലി എന്നുണ്ടോ, ഷാൽ നോട്ട് അപ്ലൈ 188 ടു എ പ്രൈവറ്റ് കമ്പനിക്ക്. എന്ത് അപ്ലിക്കബിൾ ആകില്ല? പ്രൈവറ്റ് കമ്പനിക്ക് 188ൻ്റെ ക്ലോസ് നമ്പർ 8 ആയ ഇത് അപ്ലിക്കബിൾ ആകില്ല. അതായത് ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയിൽ ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്താൽ ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയും റിലേറ്റഡ് അല്ല നമ്മൾ പറയും. എപ്പോഴാണ്? വെൻ ഇറ്റ് ഈസ് എ പ്രൈവറ്റ് കമ്പനി. അപ്പോൾ ഡീംഡ് പബ്ലിക് കമ്പനി ആണെങ്കിലോ പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ആകുമെന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അതായത് അപ്ലൈ ടു ഡീംഡ് പബ്ലിക് കമ്പനീസ്, അതായത് ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി ഡീംഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ എക്സംഷൻസ് ഇല്ല എന്ന്. ഓക്കെ, ക്ലിയർ ആണോ? ഓർത്ത് വെക്കുക. നെക്സ്റ്റ് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു എക്സാമ്പിളൊക്കെ നമ്മളെ കൃത്യമായിട്ട് വായിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. നെക്സ്റ്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ കോൺസെപ്റ്റ് ആണ്. ഹസ്ബൻഡ് വൈഫ് കാര്യങ്ങളൊക്കെ വരും, ഫാദർ മദർ. അപ്പോൾ ക്രൈറ്റീരിയ നോക്കുക. അതിനുശേഷം റെമ്യൂണറേഷൻ ഷെയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഷെയർ ക്യാപിറ്റൽ, 4ാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നു. അതിനുശേഷം സ്മോൾ കമ്പനി വളരെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് നോക്കുക. സ്മോൾ കമ്പനി എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൈവറ്റ് കമ്പനി ആയിരിക്കും, അതർ ദാൻ പബ്ലിക് ലിമിറ്റഡ് കമ്പനി. അപ്പോൾ സാർ ഈ ആൻസർ എഴുതുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ 4 crore 40 crore മാത്രം എഴുതിയാൽ മതിയോ? പോരാ. ഇത് ആക്ട് ആണ്. ഓക്കെ, ഇത് ആക്ട് ആണേ, റൂൾസ് ആണ് എന്ത് പറയുന്നത് ഇത്. അപ്പോൾ വി ഹാവ് ടു റൈറ്റ് എവറിത്തിങ്, എന്നാലേ കംപ്ലീറ്റ് ആവുകയുള്ളൂ. 4 കോടിയുമാണ്. അപ്പോൾ അപ്ലിക്കേഷൻ ഇതാണ് കേട്ടോ. യു ഹാവ് ടു അപ്ലൈ ദിസ് വൺ, ബട്ട് യു ഹാവ് ടു റൈറ്റ് ദ ലോ ആസ് വെൽ. പക്ഷേ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ഇവിടെയാണ്. അതായത് ഈവൻ ദോ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിൻടോം എന്നൊരു കമ്പനി എക്സ് എന്നൊരു കമ്പനിയുടെ സബ്സിഡിയറി ആണെന്ന് വെച്ചോ. ബിൻടോം സബ്സിഡിയറി ആണ്, എക്സ് ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഈ സബ്സിഡിയറി ആയിക്കോട്ടെ ഈ ഹോൾഡിംഗ് ആയിക്കോട്ടെ 4 കോടി ആൻഡ് 40 കോടിക്ക് താഴെ ഉണ്ടെങ്കിലും ഇവർക്ക് എന്ത് അപ്ലിക്കബിൾ ആകില്ല? സ്മോൾ കമ്പനിയുടെ ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ തുടങ്ങാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ബിൻടോം ഈസ് എ സബ്സിഡിയറി, റാപ്പിഡ് റിവിഷൻ ആയതുകൊണ്ടാണ് റാപ്പിഡ് പോലെ പോകുന്നത്. സബ്സിഡിയറി ഓഫ് XYZ ലിമിറ്റഡ്. ബിൻടോം ഈസ് എ സബ്സിഡിയറി ഓഫ് XYZ ലിമിറ്റഡ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ വായിക്കും വളരെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. നേരെ 4 കോടി 40 കോടി കാണുമ്പോഴേ അല്ല ആണെന്ന് എഴുതരുത്. ബിൻടോം ആരാ? ബിൻടോം ഈസ് എ സബ്സിഡിയറി ഓഫ് XYZ. അതുകൊണ്ട് തന്നെ ബിൻടോം ഈവൻ 4 കോടിക്ക് താഴെയാണെങ്കിലും 40 കോടിക്ക് താഴെ 2 ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്താലും ബിൻടോം എന്ന് പറഞ്ഞ കമ്പനി എന്തായിട്ട് വരില്ല? സ്മോൾ കമ്പനിയായിട്ട് വരില്ല. അതേപോലെ തന്നെ സെക്ഷൻ 8 കമ്പനിയുടെ സ്പെഷ്യൽ ആക്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ പ്രൊവിഷൻ ഇതാണ്. ഈ ഒരു ക്രൈറ്റീരിയ എപ്പോഴും ഓർത്ത് വെക്കുക. ഓക്കെ, ഹോൾഡിംഗ് കമ്പനിക്കും സബ്സിഡറി കമ്പനിക്കും സ്മോൾ കമ്പനിയുടെ ബെനിഫിറ്റ് കിട്ടത്തില്ല. ഓക്കെ, നെക്സ്റ്റ്
സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് സബ്സ്ക്രൈബ്ഡ് ബൈ ദ മെമ്പേഴ്സ്. ഓക്കെ, കൃത്യമായിട്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. സബ്സിഡിയറി കമ്പനി ഓർത്ത് വെക്കുക. സബ്സിഡിയറി കമ്പനി 2 ക്രൈറ്റീരിയ ആണ് സബ്സിഡിയറി കമ്പനിക്കുള്ളത്. ഒന്ന് കോമ്പോസിഷൻ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഈ കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോയിൻറ്റിംഗ് മെജോറിറ്റി ഓൺ റിമൂവിങ് മെജോറിറ്റി ഓഫ് ഡയറക്ടേഴ്സ് ഈസ് കോൾഡ് ആസ് ഈ പറഞ്ഞ കൺട്രോൾ എന്ന് പറയുന്നത്. ഓർ കൺട്രോൾ മോർ ദാൻ 1/2. ഈ 1/2 എന്ന് എഴുതിയാൽ നിങ്ങൾ മോർ ദാൻ 50% എഴുതാൻ ശരിയാണ്, തെറ്റൊന്നുമില്ല. ഒരു ആക്ട് ആയതുകൊണ്ട് വേർഡ്സിൽ എഴുതുന്നത് മാത്രം. ഓക്കെ, ക്ലിയർ ആണ്. മാക്സിമം നമ്പർ ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും നോർമലി. ഓക്കെ, നെക്സ്റ്റ് കമ്പനി ബോഡി കോർപ്പറേറ്റും വരും. സ്പെറ്റ് ഇക്വിറ്റി ഷെയർസ് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നു. ടോട്ടൽ വോട്ടിംഗ് പവർ ഉണ്ട്. ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, LLPക്കും സെയിം ആയിരിക്കും. ടേൺ ഓവർ, ഗ്രോസ് ടേൺ ഓവർ ആണ്. അൺലിമിറ്റഡ് ലയബിലിറ്റി കമ്പനി, വോട്ടിംഗ് റൈറ്റ്. സോ ഇത്രയാണ് നമ്മളുടെ യൂണിറ്റ് നമ്പർ 1ൽ നമുക്ക് വരിക. നമ്മുടെ ചാപ്റ്റർ നമ്പർ 1ൽ വരിക. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളൊന്ന് ഒരു 25 മിനിറ്റ്സ് നമ്മൾ എൻറ്റയർ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ക്ലാരിഫിക്കേഷൻ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. നമ്മൾ ഒരുപാട് സമയം എടുക്കാതെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം ഒരു റാപ്പിഡ് റിവിഷൻ ആയതുകൊണ്ട് തന്നെ. ഇനി നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ തൊട്ട് 15th ചാപ്റ്റർ നമുക്ക് ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ പഠിക്കുക. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഉടനെ തന്നെ ബാക്കിയത്തെ ചാപ്റ്റേഴ്സിൻ്റെയും റാപ്പിഡ് റിവിഷൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഡൗട്ട് അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത ചാപ്റ്ററിൽ കാണുന്നവരെയും ഓൾ ദ വെരി ബെസ്റ്റ്.